സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ട് കഴിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ബീഫ് കറി ഉണ്ടാക്കണേ. നമ്മുടെ വീട്ടിൽ, എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെയാണ്, ഞങ്ങൾ സാധാരണ വീട്ടിൽ ഇങ്ങനെയാണ് ചെയ്യണേ. വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ ചെറിയൊരു തോതിൽ വലിയ മസാലകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഉണ്ടാക്കാനാണ്, അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യണത്. അതിനിപ്പോൾ എടുത്തേക്കണ ഒരു 4 പച്ചമുളക് കീറിയത്, പിന്നെ കുറച്ച് ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു സവാള അരിഞ്ഞത്, പിന്നെ ഒരു 10 ഓള വെളുത്തുള്ളി, പിന്നെ ഒരു തക്കാളിയുടെ പകുതി, കുറച്ച് പെരുംജീരകം, പട്ട ഇലയും, പിന്നെ കുറച്ച് കുരുമുളകും. അപ്പോൾ ഇത്ര സാധനമാണ് നമ്മൾ ഇടുന്നത്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സവാളയും ഇതെല്ലാം കൂടെ ഒരു പകുതി നമ്മൾ ഇതിലേക്ക് ഇടും. ബാക്കി നമ്മൾ മാറ്റി വെക്കൂട്ടോ. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഇതെല്ലാ സാധനം ഇതിൻ്റെ അകത്തേക്ക് ഇടും. തക്കാളി, ഈ സംഭവങ്ങളെല്ലാം ഈ ബീഫിലേക്ക് ഇടും. പിന്നെ ആവശ്യത്തിന് ഉപ്പോടെ ഇട്ടിട്ട് അങ്ങോട്ട് ഇത് മൊത്തത്തിൽ അങ്ങോട്ട് തിരുമും. ഇതാടാ, ഇതുപോലെ മൊത്തം അങ്ങോട്ട് തിരുമിയിട്ട് കുക്കറിലേക്ക് ഇട്ട് ഒറ്റ ഒരു എന്താ പറയുക, ഒരു 5 വിസിലടിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്, നല്ല ഫൈനായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. കുരുമുളക്, തക്കാളി ഇതൊക്കെ കിടന്ന് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഉരുളി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചട്ടി ചൂടായിട്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. നമ്മൾ വെളിച്ചെണ്ണയാണ് എല്ലാത്തിലും യൂസ് ചെയ്യണത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇച്ചിരി കടുക് ഇടാണ്. ഒരു സ്പൂൺ കടുക് ഇട്ടു. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന സവാളയും ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇടാണ്. നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതങ്ങനെ സെറ്റായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ ബീഫ് മസാല, അത്രേ ഉള്ളൂ, അത് മാത്രം കൂടി ഇടുക. അത് ഒന്നങ്ങോട്ട് മൂപ്പിക്കുക. അങ്ങനെ അതിങ്ങനെ നന്നായിട്ട് മൂത്തുണ്ടെങ്കിൽ നമ്മൾ വേവിച്ച് വെച്ച ബീഫ് അതിലേക്ക് ഇടുക. അപ്പോൾ ബീഫ് അതിലേക്ക് തട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് വറ്റട്ടെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ആളുകൾ കണ്ടു കഴിയുമ്പോൾ ചോദിക്കും, ഇത് എന്നാ ചായ ഉണ്ടാക്കിയേക്കണേ, ഇതിനകത്ത് മസാലകളൊന്നും ചേർക്കാതെ ഇതൊക്കെ ഇട്ട് ഉണ്ടാക്കി കൊള്ളാമോ, ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ആളുകൾ ചോദിക്കും. പക്ഷേ ഇതൊരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് കറി ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ച് നോക്കിയിട്ട് വേണം കമൻറ്റ് പറയാൻ. കാരണം നല്ല ടേസ്റ്റുള്ള കറിയാണ്. നമ്മൾ ഈ ഉള്ള മസാലകളൊക്കെ ഇതിനകത്തേക്കിട്ട് കലക്കി ഈ പറഞ്ഞാൽ ഭയങ്കര കൊഴുപ്പായിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്തെ മസാലകളൊക്കെ എന്തിനുള്ള. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് മസാലകളിട്ട് കുരുമുളകും ഇതൊക്കെ മാത്രം ഇച്ചിരി കൂടുതൽ ആഡ് ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. എൻ്റെ പൊന്നു മക്കളെ, നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒരു സാധനം ഇതിനകത്തേക്ക് ചേർത്തുള്ള, ആകെപ്പാട് ചേർത്തേക്കണം 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ ബീഫ് മസാല മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ്. നിങ്ങളൊന്ന് ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കണം. ഒറിജിനൽ നമുക്ക് ബീഫിൻ്റെ ആ മീറ്റിൻ്റെ അതേ ടേസ്റ്റും